പാലക്കാട് അഗളി പഞ്ചായത്തിൽ എന്താ നടന്നതെന്നറിയാൻ ഐഷത്തുൽ ഷംന കൂടി ചേരുന്നു. അഗളിയിൽ എന്താണ് ഷംന വിശേഷങ്ങൾ? SKN ഇന്നലെ പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ഈ നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഉണ്ടായത്. പക്ഷേ എടുത്തു പറയേണ്ടത് അഗളിയാണ്. കാരണം അഗളിയിൽ ആകെ 21 സീറ്റുകളാണുള്ളത്. ഇതിൽ 10 എണ്ണം UDF നേടിയിരുന്നു, 9 എണ്ണം LDF നേടിയിരുന്നു, 2 BJP. ഇങ്ങനെയായിരുന്നു കക്ഷിനിലയുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തവണ ഈ ഭരണം പിടിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു UDF ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ അവിടെ LDF ആണ് അധികാരത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ അധികാരം അല്ലെങ്കിൽ ആ ഭരണം തിരിച്ചു പിടിക്കുമെന്ന വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷത്തിൽ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന 20-ാം വാർഡിൽ നിന്നും വിജയിച്ച മഞ്ജു കൂറുമാറി എന്നത് മാത്രമല്ല LDFന്റെ പിന്തുണയോടുകൂടി പ്രസിഡന്റ് ആകുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ അഗളിയിൽ ഉണ്ടായത്. ഇതോടുകൂടി കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായി, വലിയ ആഘാതമുണ്ടായി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന ഘട്ടത്തിൽ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപാണ് മഞ്ജു ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതും ഇങ്ങനെ പ്രസിഡന്റ് LDF പിന്തുണയോടുകൂടി പ്രസിഡന്റ് ആകുന്നതും. ഇത് വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയത്. ഇതോടുകൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വെച്ച് മഞ്ജുവിനെതിരെ ഭീഷണി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൽ മഞ്ജു പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നത് പാർട്ടി വിപ്പ് നൽകിയില്ല എന്നതായിരുന്നു. പക്ഷേ അത് ഇന്നലെ തന്നെ കോൺഗ്രസ് നേതൃത്വം അത് തള്ളിയിരുന്നു. കാരണം വിപ്പ് നൽകിയിട്ടുണ്ട്, അത് കൃത്യമായി തന്നെ മഞ്ജു കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ അവർ അതിന്റെ രേഖകളടക്കം മഞ്ജു കൈപ്പറ്റി എന്നുള്ളതിന്റെ മഞ്ജു തന്നെ ഒപ്പുവെച്ച രേഖകൾ അടക്കമാണ് കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും ഇതിൽ മഞ്ജുവിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണ് കോൺഗ്രസ്. അതായത് അവസാന നിമിഷത്തിൽ കൂറുമാറി എന്നുള്ളത് അത് അയോഗ്യത ആക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മഞ്ജുവിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് സമീപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഈ മഞ്ജുവിനെ ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് അടക്കമുള്ള മറ്റ് നടപടികൾ അത് ഈ ജില്ലാ നേതൃത്വം തന്നെ അല്പസമയത്തിനകം നമ്മളോട് വ്യക്തമാക്കും. എന്തായാലും ഈ കൂറുമാറിയതോടുകൂടി UDF ഇത്തവണ ലക്ഷ്യമിട്ടിരുന്ന ഭരണം, അഗളി ഭരണം, അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സാഹചര്യം. വിപ്പ് നൽകിയില്ല എന്നുള്ള ഈ മഞ്ജുവിന്റെ വാദമൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.